ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മളുടെ മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വേഗം അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം സമാധാനപരമായിട്ടും സന്തോഷപരമായിട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് നടക്കുന്ന കാരണം കൊണ്ട് നമ്മുടെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ, അതായത് ഒരു 19 കൺട്രീസിൽ തൽക്കാലത്തേക്ക് LIC പോളിസി, പുതിയ പോളിസി ഇഷ്യൂ ചെയ്യുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. അതായത് ഡേറ്റ് എന്ന് വരെയെന്ന് പറഞ്ഞിട്ടില്ല. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ പുതിയ പോളിസികൾ അവിടെ കൊടുക്കാനായിട്ട് പറ്റില്ല. പെൻഷൻ പ്ലാനുകൾ നിബന്ധനകൾക്ക് വിധേയമായിട്ട് കൊടുക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ അക്ഷയ അതുപോലെയുള്ള കാര്യങ്ങൾ അത് കൺട്രി നോക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏതെല്ലാം കൺട്രിയിലാണ് ഇപ്പോൾ ഈ തൽക്കാലത്തേക്ക് LIC പോളിസി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കൺട്രികൾ: ബഹ്റിൻ, സൈപ്രസ്, ഈജിപ്ത്, ഇറാൻ, ഇറാഖ്, ഇസ്രായേൽ, ജോർദാൻ, കുവൈറ്റ്, ലെബനോൻ, ഒമാൻ, പാലസ്തീൻ, ഖത്തർ, റഷ്യ, സൗദി അറേബ്യ, ടർക്കി, UAE, സിറിയ, ഉക്രൈൻ, യമൻ. ഈ 19 കൺട്രികളിൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ പുതിയ പോളിസികൾ, പഴയ പോളിസികൾ കണ്ടിന്യൂ ചെയ്യാം, പ്രീമിയം അടയ്ക്കാം, എല്ലാ കാര്യങ്ങളും അതുപോലെ പോവാം. പക്ഷേ പുതിയ പോളിസികൾ നമ്പർ ആവില്ല. അതിപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്തിട്ടുണ്ടാവും. എന്താണെങ്കിലും അത് പെൻഡിങ് വെക്കാനായിട്ടാണ് LICയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുക: എല്ലാം വേഗം സമാധാനമാവട്ടെ, എല്ലാം നല്ല രീതിയിൽ പോകാനായിട്ട് ഈശ്വരൻ അനുവദിക്കട്ടെ. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പേജൻസ് ആണെങ്കിലും കസ്റ്റമേഴ്സ് ആണെങ്കിലും ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല. നമ്മൾക്കൊരു ആവശ്യം എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾക്കത് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഈ ദിവസങ്ങളിൽ പലരും ചോദിച്ചിരുന്നു, ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതായത് ഒരു ആവശ്യം എന്ന് തോന്നുന്ന സമയമാണിത്. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും, ഇപ്പോൾ നമ്മൾ മെഡിക്ലെയിം ആണെങ്കിൽ നമ്മൾക്ക് ആരോഗ്യമുള്ളപ്പോൾ എടുത്തു വെക്കുക എന്ന് പറയുന്ന പോലെ തന്നെ ഇൻഷുറൻസ് ആണെങ്കിലും നമ്മൾക്ക് സിറ്റുവേഷൻസ് ഫേവറബിൾ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. അതിൻ്റെ കവറേജ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഡേറ്റ് വരുന്നതനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അറ്റ് പ്രസൻറ്റ് ഇങ്ങനെയാണ് ഒരു മെയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് പെൻഷൻ പ്ലാനുകൾ ജോയിൻ ചെയ്യാനായിട്ട്, അതായത് ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്ത പെൻഷൻ പ്ലാനാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ജീവൻ ഉത്സവ്, ജീവൻ ഉമങ് അങ്ങനെയുള്ള പ്ലാനുകളൊന്നും ജോയിൻ ചെയ്യാൻ പറ്റില്ല. ജീവൻ അക്ഷയ ഇല്ലെങ്കിൽ ജീവൻ ശാന്തി, സരൾ പെൻഷൻ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നിബന്ധനകൾക്ക് വിധേയമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ഏത് കൺട്രിയിൽ നിന്നാണോ ഏത് പ്ലാനാണോ നോക്കുന്നത് അതനുസരിച്ച് നോക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഞാനത് ഡിസ്കസ് ചെയ്തപ്പോൾ അത് ഏത് കൺട്രിയാണ് എന്നറിഞ്ഞാലാണ് സർക്കുലറിൽ നോക്കിയിട്ട് ഡീറ്റെയിൽസ് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാം വേഗം ശാന്തമാകട്ടെ, എല്ലാം സമാധാനപരമായിട്ട് അവസാനിക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ എന്നാണോ ഇനി ഒരു ഡേറ്റ് വരുന്നതനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ